മൂന്നാറിലെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്കായിരുന്നു ഒഴിവുകാലത്തെ ആ യാത്ര. ചിരിച്ച് കളിച്ച് സന്തോഷിച്ച്. ചെറിയ കുട്ടിയായിരുന്നെങ്കിലും ആ യാത്രയുടെ ഒരു സുഖം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. എന്നെ എന്ത് സ്നേഹമായിരുന്നെന്നോ എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും. ആരെയും മനസ്സുകൊണ്ട് പോലും നോവിക്കാത്ത രണ്ട് സാധു ജന്മങ്ങൾ. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല സത്യ, എന്തിനാ ദൈവം ഇങ്ങനെ? പപ്പയും അമ്മയും ഇല്ലാത്ത ലോകം എന്നെ മറ്റെന്തൊക്കെയോ ആക്കി മാറ്റി. വാശി, മുൻകോപം. ഞാൻ ശരിക്കും ഒരു ബോറ് കേസാ അല്ലേ സത്യ? ഞാനൊരു സത്യം പറയട്ടെ. എത്രയോ നാളുകൾക്ക് ശേഷം സത്യയുടെ അടുത്തിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ പപ്പയുടെയും അമ്മയുടെയും സാന്നിധ്യം ഞാൻ അറിയുന്നു. സത്യ ഉള്ളപ്പോൾ ഒന്നും പേടിക്കാനില്ലാത്തതുപോലെ എനിക്ക് വേണ്ടി കാവലിരിക്കാനായി ആരൊക്കെയോ ഉള്ളതുപോലെ. സത്യക്കറിയോ, ഇപ്പോ ഈ നിമിഷം ഞാൻ അനുഭവിക്കുന്ന ഈ സുരക്ഷിതത്വം, സമാധാനം എത്ര വലുതാണെന്ന്. ഇനി സാൻഡ്രോ ജീവിക്കും. ജീവിതത്തെയും മരണത്തെയും പേടിക്കാതെ ജീവിക്കും. അതിനുള്ള ധൈര്യം ഇപ്പൊ എന്റെ മനസ്സിനുണ്ട്. സത്യ, ഈ തീരുമാനം ഇയാളുടെ ബലത്തിലാ കേട്ടോ. ദേ, എന്നെ പരിപാടിയിലാക്കിയിട്ട് മുങ്ങിക്കളരുത്. സാന്ദ്രമോള് വേണ്ടാന്ന് പറഞ്ഞോണ്ടാ, അല്ലെങ്കിൽ ഞങ്ങൾ എയർപോർട്ട് വരെ വന്നേനെ മോളെ. സാരമില്ല ആന്റി, എയർപോർട്ടിൽ ഏട്ടനുണ്ടാവുമല്ലോ. സത്യം വരുന്നുണ്ട്. പിന്നെന്താ? ബി കെയർഫുൾ, ടേക്ക് കെയർ ഓഫ്. ഒന്നുമില്ലേ സത്യ, ഒന്നുമില്ലെന്നേ. ഈ സത്യയുടെ ഒരു കാര്യം എങ്കിൽ പറയട്ടെ. ഓക്കെ, ഇന്ന് ലാവണ്യും ഞാനും മദ്രാസിലേക്ക് പോവാണല്ലോ. അവിടുന്ന് പിന്നെ അമേരിക്കയിലേക്ക്. തിരിച്ചു വരാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലോ സത്യ. അഥവാ ജീവൻ തിരിച്ചു കിട്ടിയാൽ തന്നെ ചിലപ്പോ ഓർമ്മ നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ട്. I don't know what's going to happen. ഞാൻ വരും. ഇതുപോലെ തന്നെ പഴയ സാൻഡ്രിയ ഞാൻ തിരിച്ചു വരും. കാത്തിരിക്കാനായി ഇങ്ങനെ ഒരാൾ എനിക്ക് വേണ്ടി ഇവിടെ ഉള്ളപ്പോ സാൻഡ്രയ്ക്ക് വരാതിരിക്കാൻ കഴിയോ? ഞാനത് എങ്ങനെയാ പറയേണ്ടത്? വേണ്ട, ഇപ്പൊ വേണ്ട. എല്ലാം യാത്ര കഴിഞ്ഞു വന്നിട്ടാവട്ടെ. ജീവിതം ഇനിയും ബാക്കിയുണ്ടെന്ന് ആദ്യം സ്വയം ഒന്ന് ബോധ്യമാവട്ടെ. അതുവരെ എന്റെ മനസ്സിൽ ഞാൻ ഉണ്ടാവുമല്ലോ, അല്ലേ?
വേണ്ടാന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇപ്പൊ തന്നെ ഇത് ആരുടെ നേരുകൊണ്ടാ? ആരുടെയോ അല്ല, നിന്റെ നേരുകൊണ്ട്. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കൂ. മതിയാക്കാൻ നമുക്ക്. കുറച്ചു പണമല്ലേ ചെലവായുള്ളൂ. ബാക്കി വേണമെങ്കിൽ മടക്കി കൊടുക്കാം. എന്നിട്ട് എങ്ങോട്ടെങ്കിലും നമുക്ക് പോവാം. നിന്നോടൊപ്പം ആണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ ഫെർണാണ്ടസിന്റെ മോള് തയ്യാറാ. നിന്റെ മുറിവ്. तुम्हारी शराब और तुम्हारा पसीना ही मेरी जख्म की दवा है. പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ സാൻഡ്ര ഇനി പുറത്തു പോകാൻ പാടില്ല. അതുപോലെ പുറത്തു നിന്നും ആരെയും അകത്ത് കടക്കാനും അനുവദിക്കില്ല വിതൗട്ട് അവർ പെർമിഷൻ. മനസ്സിലാവുന്നുണ്ടോ? ചുറ്റും എപ്പോഴും ശ്രദ്ധ വേണം. അറൗണ്ട് ദ ക്ലോക്ക് ഡ്യൂട്ടിയിൽ ഉണ്ടാവണം. എന്റെ പൊന്ന് സാറേ, എന്ത് വേണേലും ഞങ്ങൾ അനുസരിക്കാം. എത്രയും പെട്ടെന്ന് ആ കാലമാടനെ ഒന്ന് അകത്താക്കി തന്നാ മതി. എപ്പോഴാ ഏതിലെയാ ഉണ്ട പാഞ്ഞു വരുന്നതെന്നറിയാതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക ഞങ്ങൾ. നേരാണ് സാർ. മനസമാധാനമായിട്ടൊന്ന് ഉറങ്ങിയ നാള് മറന്നു. ആ പാവം ലാവണ്യമോള് കാരണമാ ഈ സാൻഡ്രമോൾ ഇന്ന് ജീവനോടെ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പേടിക്കണ്ട, ഇനി ഒരു അറ്റംപ്റ്റിന് അവനെ ഞങ്ങൾ അനുവദിക്കില്ല. ഇറ്റ്സ് എ ചലഞ്ച്. നിക്ക് എങ്ങോട്ടാ? പറ്റില്ല, അകത്തേക്ക് പോകാൻ പറ്റില്ലെന്ന്. ഏയ് വാട്ട് ഈസ് ദാറ്റ്? നീ എന്താ ഇവിടെ ഇങ്ങനെ കൂടെ കൂടെ കാണാൻ? അവളാരാ നിന്റെ കാമുകിയോ? എടാ വെറുതെ എന്റെ കൈ മെനക്കെടുത്ത സ്ഥലം വിട്. പോകാൻ പറഞ്ഞപ്പോ എന്താ നോക്കി പേടിപ്പിക്കാ നീ? എടാ പോടാ, എടാ പോവാൻ. തട്രാ തട്രാ നീ, എടാ തട്രാ കാണ്ടു നിന്റെ. നാസർ, വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? ഒന്നുമില്ല സാർ, ഇവൻ സാൻഡ്രയെ കണ്ടിട്ടേ പോകുന്നു ബലം പിടിക്കുക. ഇഡിയറ്റ്, ഗെറ്റ് ഔട്ട്. പ്ലീസ് അവനെ തടയരുത്, അകത്തേക്ക് പോകാൻ അനുവദിക്കണം. വാട്ട് യു മീൻ? ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആരെയും അകത്ത് കയറ്റി വിടാൻ പറ്റില്ല. അതെന്താ മനസ്സിലാക്കാത്തത്? മനസ്സിലാവാഞ്ഞിട്ടല്ല സാർ, പക്ഷേ സത്യം ഇപ്പോൾ ഞങ്ങൾക്ക് അന്യനല്ല. തന്നെയുമല്ല, സാൻഡ്രമോൾ വിളിച്ചിട്ടാ സത്യം ഇങ്ങോട്ട് വന്നത് തന്നെ. ഓക്കേ, കം ഓൺ, ഗെറ്റ് ഇൻ. താങ്ക്സ് സാർ. നാസർ സർ, മറ്റാരും അകത്ത് കടക്കാൻ ഇടവരരുത്. ഷുവർ സർ. യു മേക്ക് ഷുവർ ദ പ്ലേസ് ഇസ് സെക്യൂർഡ്. ഓക്കേ സർ. ഓക്കേ. മൈ ഗുഡ്നസ്, ലാവണ്യക്ക് ഒന്നും സംഭവിക്കരുതെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. താങ്ക് ഗോഡ് ഷീ സേഫ്. സത്യ, നിന്നോട് എനിക്കുള്ള കടപ്പാട് എത്രയാണെന്ന് എനിക്കറിയില്ല. അത് വെറും കടപ്പാട് മാത്രമാണോ? നോ, ഐ ഡോണ്ട് തിങ്ക് സോ. അമേരിക്കയിലേക്ക് പോകും മുൻപ് സത്യയോടൊരു കാര്യം തുറന്ന് പറയണമെന്ന് കരുതിയതാ ഞാൻ. പക്ഷെ എന്തോ എനിക്കതിന് കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരുപക്ഷെ ആ കാര്യം എനിക്ക് എത്രയും വേഗം നിന്നോട് പറയാനുള്ള ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയട്ടെ സത്യ?